ഹലോ, വെൽക്കം ബാക്ക് ലൈലൂസ് ലൈഫ്. എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. എനിക്കും സുഖമായിരിക്കുന്നു, അൽഹംദുലില്ലാഹ്. ഇന്നൊരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. ഗോവയിലെ പന്നി സിറ്റിക്ക് അടുത്തുള്ള മിറാമർ ബീച്ചിലെ കാഴ്ചയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതും ചെറിയൊരു വീഡിയോ. നിങ്ങൾ മുഴുവനായിട്ട് കാണാം. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണാം. അപ്പോൾ ഞങ്ങളിവിടെ എത്തിയത് 2 മണിക്കൊക്കെ ശേഷമാണ്. നമ്മളിതിൻ്റെ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ബസിലിക്ക ചർച്ച് എന്നുള്ളൊരു വീഡിയോ. അപ്പോൾ പിന്നെന്താണ് സ്ഥലമൊക്കെ കണ്ടതിന് ശേഷമാണ് ഇങ്ങോട്ട് എത്തുന്നത്. ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കാണാം. ഗോവയിലെ പുരാതനമായിട്ടുള്ളൊരു ചർച്ചാണ് കേട്ടോ അത്. ഇവിടെയും തന്നെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. അതിനുള്ള കാരണം ഇതാവാം, ഇവിടെ 55ാമത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിന്റെ തൊട്ടടുത്തായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് ജനങ്ങൾ ഇങ്ങോട്ടും കാണാൻ വരുന്നുണ്ട്. അതുകൊണ്ടാകാം ഇത്രയും ഒരു ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതായത് ഗോവയിൽ മറ്റുള്ള ബീച്ചുകളെ അപേക്ഷിച്ച് ഇതിൻ്റെ പ്രത്യേകത ഈ കാണുന്നത് തന്നെയാണ് കേട്ടോ. ഈ ഒരു സൈഡിലായിട്ട് നിറയെ പൈൻ മരങ്ങളാണുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് പിന്നെ ഒരുപാട് ഇരിപ്പിടങ്ങൾ അവരെ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതും അതന്നെ കേട്ടോ. അവിടെ ചെന്ന് ഇരിക്കാനും കാറ്റ് കൊള്ളാനും സൺസെറ്റ് കാണാനും ഇതൊക്കെയാണ് അവർ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് കൊണ്ട്. അപ്പോൾ ഒത്തിരി ആളുകൾ അതിൻ്റെ ചുവട്ടിലേക്ക് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. നമ്മൾ ചാവക്കാടുണ്ട് ഇതുപോലത്തെ ഒരു ബീച്ച്, അതായത് തൃശ്ശൂർ ചാവക്കാട്. ഒത്തിരി പൈൻമരങ്ങൾ നിറഞ്ഞൊരു ബീച്ചാണത്. അത് തന്നെ ഇതുപോലത്തെ ഒരു ബീച്ചായിട്ട് എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ താരതമ്യം തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഈ ബീച്ചിൽ കുട്ടികൾക്കുള്ള പാർക്കുണ്ട്. അത് നമ്മൾ കയറി വരുന്നോട്ട് തന്നെയാണ് കുട്ടികൾക്കുള്ള പാർക്കുള്ളത്. അതായത് ലെഫ്റ്റ് സൈഡിലേക്ക് പോയാലാണ് കുട്ടികളുടെ പാർക്ക് കാണാൻ. ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല. എല്ലാം കൂടെ എടുത്താൽ വലിയൊരു വീഡിയോ ആകുമെന്ന് വിചാരിച്ചിട്ട് അതൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. നമുക്ക് ഇവിടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഈ സൈഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടുത്തെ കാഴ്ചകൾ കണ്ട് നമുക്ക് മടങ്ങാം. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോസ് ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ അതും കൂടെ കാണാം. എന്തായാലും ഞാൻ പറഞ്ഞു മുഷിപ്പിക്കണില്ല, നിങ്ങൾ എന്തായാലും വീഡിയോ മുഴുവനായിട്ട് കാണി. അപ്പോൾ ഇങ്ങനെയുള്ള യാത്രകൾ, അതുപോലെ തന്നെ ഷോപ്പിംഗ് വീഡിയോസ്, ഇതൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും അങ്ങനെ ഷോപ്പിംഗ് വീഡിയോസ് അല്ലെങ്കിൽ യാത്രകളൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ഫാമിലിയിൽ അംഗമാകുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്, അസ്സലാമു അലൈക്കും. വേറെ വീഡിയോ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഗോവയിലുള്ള യാത്ര കഴിഞ്ഞിട്ടില്ല, വീണ്ടും വരുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. ബായ്.